വൺ ഡേ വ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു കാഴ്ച ഇപ്പം കാണിച്ചു തരാവേ. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യ്, ആകാംക്ഷയോടെ ഇരുന്നോളൂ. വേണ്ട, ഇതാരാ ഈ കൊണ്ടുപോകണേന്നറിയാവോ? മണിക്കുട്ടിയെ. മണിക്കുട്ടി ഇവൻ നടന്നു തുടങ്ങി. വേണ്ട, കയ്യും ചൊവ്വിന് കുത്താറായിട്ടില്ലെങ്കിലും മണിക്കുട്ടി നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ മുറ്റത്ത് കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ അവള് എണീറ്റ് നടക്കും. അപ്പോഴത്തെ നമ്മളെടുത്ത് വെളിയിൽ കൊണ്ടുവന്നാക്കി അവള് മൂത്രം ഒഴിച്ചോളൂ. ഇങ്ങനെ കുന്തി നമ്മൾ മണിക്കുട്ടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയെന്ന് കരുതുന്നു. കണ്ടോ, ആ കൈ നല്ലപോലെ കുത്തുന്നില്ല അവള്, പക്ഷെ ജസ്റ്റ് ഒരു സപ്പോർട്ട് പോലെ എടുത്തങ്ങ് വെക്കുന്നേ ഉള്ളു. എല്ലാവരും ഹാപ്പി അല്ലേ? അവളതോ അവിടെ പോയിരുന്ന് മൂത്രം എന്താ ഇങ്ങനെ ഒഴിക്കാനും ഒക്കെ തുടങ്ങി. പാവം. തെറ്റരുത്, സ്ലിപ്പ് ആവരുത്, പയ്യ. സ്പീഡൊക്കെ ആയി കേട്ടോ. അപ്പൊ ഇവള് ഇന്നലെ തൊട്ടാണ് ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി. ഇന്നിപ്പോ ആയപ്പോഴത്തേക്ക് നല്ല സ്പീഡായിട്ടോ. ഇങ്ങോട്ട് അതിൻ്റെ അടി കയറില്ലേ. തോനെ നേരം അവൾക്ക് അങ്ങനെ നടക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ വേണ്ടി വെളിയിൽ കൊണ്ടുവന്നാക്കുമ്പോൾ അവളിങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്ന് മൂത്രം ഒഴിച്ചിട്ട് എവിടെയെങ്കിലും അപ്പോഴേ പോയങ്ങ് കിടക്കാൻ നോക്കും. കാരണം വേദനയുള്ളതുകൊണ്ട് അധികം അങ്ങനെ നിൽക്കാനും എടുക്കാനൊന്നും പറ്റത്തില്ല അവൾക്ക്. എന്താ മണത്തൊക്കെ നോക്കുന്നേ? ഫുഡ് കഴിക്കാൻ വലിയ പാടാണ് ആൾക്കുണ്ട്. ഇങ്ങനെ അങ്ങ് ഇരുന്ന് കളയും. കാരണം അധികം അങ്ങനെ നടക്കാൻ അവൾക്ക് ആയിട്ടില്ല, വേദന ഉള്ളതുകൊണ്ടേ. മുറിവ് ഏതാണ്ട് ഒരു 95% ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് അവളുടെ മുറിവ്. കാണിച്ചു കൊടുക്കട്ടെ. വേണ്ട, ഇനി ഒരു കുറച്ചും കൂടെ ഉണങ്ങ. ഇത് ഈ ഭാഗം എന്ന് വെച്ചാൽ കമ്പി ഇട്ടിരിക്കുന്നതാണ്. ആ കമ്പിയുടെ ഹോളിന്റെ ആണ് ആ മുറിവ്. പിന്നെ ഇവിടെയാണ് അവളുടെ യഥാർത്ഥ മുറിവ്. അത് നക്കല്ലേ കണ്ട, കോളർ ഊരി അപ്പോഴേ ഇതാ പ്രശ്നം, നക്കിക്കളെ. ഇപ്പൊ ഇന്നലെ തൊട്ട് പടിയേറാൻ നോക്കുന്നു. പടിയേറാനൊക്കെ നോക്കുന്നു. അത് പറ്റത്തില്ല, ഇനി പോരാ, പടിയേറാൻ പറ്റത്തില്ല. നക്കല്ലേ മണിക്കുട്ടി. ആ കേറിയാ വീഴും. അവിടെ കിടന്ന് ഇത്രയൊക്കെ നടക്കാൻ പറ്റുമോ? തോനെ ആളിന് നടക്കാറായിട്ടില്ല. ഇതിപ്പോ ഇന്നലെ അവളിങ്ങനെ രാവിലെ ചെറുതായിട്ട് സ്റ്റെപ്പ് വയ്ക്കുന്ന പോലെ കണ്ട്. മണിക്കുട്ടി ഹായ് പറഞ്ഞേ. തോനെയൊന്നും അവൾക്ക് നടക്കാറായിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തങ്ങ് അവളെ കിടക്കുന്നിടത്ത് കൊണ്ടാകും. മൂത്രം ഒഴിക്കാൻ വേണ്ടി മുറ്റത്ത് കൊണ്ടുവരുമ്പോൾ മാത്രം ആ ഒരു ശകലം സമയം നടക്കുമെന്നേ ഉള്ളൂ. ഇതാരാ സെക്യൂരിറ്റി കൂടെ പോന്നെ? കൂടെ ആരാ പോന്നേന്ന് നോക്കിയേ. മണിക്കുട്ടീനെ റോഡെ കൊണ്ടാക്കാൻ വേണ്ടി പോവുക ജാക്കിച്ചാൻ. ഇവിടം വരെ വരുത്തോളാം, അങ്ങോട്ട് വരത്തില്ലേ ജാക്കിച്ചാൻ? ഇവിടം വരെ വരൂ. ഇത് പാലൊക്കെ രാവിലെ കുടിച്ച് പുള്ളിക്കാരി ശകലം ബാക്കി വെച്ചിട്ടുണ്ട്. മൂത്രമൊക്കെ ഒഴിച്ചിട്ട് ഒന്നിനൊക്കെ പോയിട്ട് ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ ഒന്നിനൊക്കെ പോകണമെങ്കിൽ എണീറ്റ് നടക്കാൻ തുടങ്ങും. അപ്പോഴത്തേ നമ്മളെടുത്ത് വെളിയിൽ കൊണ്ടാക്കി അവളങ്ങ് ഒന്നിന് പൊയ്ക്കോളൂ. മണിക്കുട്ടാപ്പിയേ, കുട്ടാപ്പി ഇതാരും ഇതിനകത്ത് കയറി. ഇതാണ്ടാ ഞങ്ങൾ വെളിയിലിറങ്ങി പോയ സമയത്ത്, ഇവളെയും കൊണ്ട് വെളിയിൽ പോയ സമയം നോക്കി ഒരുത്തൻ അകത്ത് കയറി, ജിമ്മി. പിന്നെ ഫുഡ് കഴിക്കാൻ വലിയ പാടാ. ചോറ് ഒട്ടും വേണ്ട, മീൻ മാത്രമേ കഴിക്കൂ, പിന്നെ ഇറച്ചി മാത്രമേ കഴിക്കൂ. അംബാനിയുടെ കൊച്ചുമോളാന്ന വിചാരം. പാല് വലിയ പാടോട്ടെ കുടിക്കും. പിന്നെ മുട്ട എന്ന് പറയുന്ന സംഭവം അവൾക്ക് ഒട്ടും വേണ്ട. മുട്ട പപ്സിനകത്തെ മുട്ട കൊടുത്താൽ കഴിക്കും, അല്ലാതെ മുട്ട അവൾക്ക് വേണ്ട. പിന്നെ പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കവറൊക്കെ കിലുങ്ങുന്ന സൗണ്ട് കേട്ടാൽ ഉടനെ ഞെട്ടി എണീറ്റ് നോക്കുന്നതാണ്. അതൊക്കെ കൊടുത്താൽ കഴിക്കും. അതൊന്നും അധികം അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ നിർബന്ധിക്കണം ഫുഡ്. പാല് കുടിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് പാല് കൊടുക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിറിഞ്ച് എടുത്തിട്ട് പാല് കൊണ്ടുവന്ന് അടുത്ത് വയ്ക്കും. പാല് കൊണ്ടുവന്ന് ഞാൻ അടുത്ത് വെച്ച് കൊടുക്കും. എന്നിട്ട് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഈ സിറിഞ്ച് എടുക്കും. സിറിഞ്ച് എടുത്ത് കഴിഞ്ഞാൽ അവൾക്കറിയാം പാൽ അതിൽ നിന്ന് എടുത്ത് വായിലോട്ട് അടിച്ചു കൊടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് പാലൊക്കെ കുടിച്ചു കളയും. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് പാല് കുടിപ്പിക്കുന്നത്. പിന്നെ വെള്ളം എന്ന് പറയുന്ന കാര്യം അവൾക്ക് ഒട്ടും വേണ്ട. അങ്ങനെ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ വെള്ളത്തിനകത്ത് ഇതെന്ത് ഇടയ്ക്കൂടെ പോകുന്ന പോക്ക് കണ്ടില്ലേ, വെള്ളത്തിനകത്ത് ഇച്ചിരി ഐസ്ക്രീം ഇട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ അത് ഒരു ദിവസമേ ഫലിച്ചോളൂ. രണ്ടാമത്തെ ദിവസം അവൾക്കത് മനസ്സിലായി. പിന്നെ അവളെ തൊട്ടിട്ടില്ല. അത് കാരണം ഇപ്പം 3 നേരം വെള്ളത്തിന് പകരം വെള്ളം ചേർത്ത് നേർപ്പിച്ച് പാല് കുറേശ്ശെ കുടിപ്പിക്കും. അങ്ങനെയാണ്
വെള്ളം കൊടുക്കുന്നത്. ഇപ്പോൾ ഒരേ കിടത്ത കിടക്കുന്നുണ്ട്, ചിലപ്പം ദഹനം കുറവായതുകൊണ്ട് അധികം ഫുഡ് എടുക്കാത്തതായിരിക്കും. കുറച്ച് മാത്രമേ ഫുഡ് എടുക്കുന്നുള്ളൂ. പിന്നെ നടന്നൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഓക്കെ ആവും. എന്തായാലും അവള് നടക്കുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും അവള് നടന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അധികം ഒന്നും കൊടുക്കത്തില്ല, കുറച്ചൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കത്തുള്ളൂ. ബിസ്ക്കറ്റ് ഇട്ട പാല് കുടിക്കത്തില്ല, അല്ലാതെ ബിസ്ക്കറ്റ് കൊടുത്താൽ ബിസ്ക്കറ്റ് കഴിക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു നേരം ബിസ്ക്കറ്റും കൊടുക്കാറുണ്ട്. പിന്നെ കൂടുതലായി വരെയൊന്നും ഒക്കെ ഇളക്കിയിട്ടില്ല, കാരണം ഈ സർജറി ഒക്കെ ചെയ്ത് ഇത്രയും മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. ഡോക്ടർ ഇപ്പം വരെയൊന്നും ഇളക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മണിക്കുട്ടിയുടെ ഇപ്പോഴത്തെ അപ്ഡേഷൻ. മണിക്കുട്ടിയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഇപ്പോൾ എല്ലാവർക്കും ബൈ.